എന്തായാലും നമ്മുടെ കുറേ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനൊരു ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നമുക്ക് ഇന്നത്തെ കണ്ടസ്റ്റന്റിനെ വിളിക്കാനുള്ള ഒരു സമയമായിരിക്കാണ്. ഒരു ഒഡീസി ഡാൻസറാണ്. ഐ ലവ് ഒഡീസി. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും മാസ്റ്റർക്ക് ഇഷ്ടവും ആൻഡ് അവർക്കും ഒരുപാട് സന്തോഷമായിരിക്കും കലാ മാസ്റ്ററിന്റെ മുന്നിൽ പെർഫോം ചെയ്യാൻ. എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ നൃത്ത വിസ്മയം തീർക്കാനായിട്ട് ദാ കണ്ടസ്റ്റന്റ് വരുന്നു. സോ ലെറ്റ്സ് വെൽക്കം സന്ധ്യ മനോജ്. എനിക്ക് തോന്നുന്നു കൂടുതൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം നമ്മുടെ പ്രേക്ഷകർക്ക് ആവശ്യമില്ല. കാരണം എല്ലാവർക്കും പരിചിതമുള്ള ഒരു മുഖമാണ് ബിബി. മറന്നു തുടങ്ങിയിട്ടുണ്ടാവും. മറന്നില്ല, അങ്ങനെ മറക്കില്ല, മറക്കാൻ പറ്റില്ല നിങ്ങള്. BB3 പാർട്ടിസിപ്പന്റ് ആയിരുന്നു. സോ അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു ഡാൻസറാണ്, അതും ഒഡീസി ഡാൻസിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡാൻസറിനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങിയത്. പിന്നെ ഒരു യോഗ മാസ്റ്ററും കൂടിയാണ്. So you are, I think, acting interest ഉണ്ടോ? ആക്ടിങ് തുടങ്ങിയിട്ടുണ്ടോ മാം? പടം സ്റ്റാർട്ടായോ? വെരി ഗുഡ്, വെരി ഗുഡ്. അറിയില്ല. ശരി, അപ്പൊ അതിന്റെ വിശേഷം തന്നെ പറയാം. വിശേഷങ്ങൾ പറയാറായോ? പറയാറായി. ഇപ്പൊ വരാൽ എന്ന് പറഞ്ഞ ഫിലിമില് ഇൻട്രോ ഉണ്ട്. ഡാൻസേഴ്സ് ആയതുകൊണ്ട് എന്താണെന്നറിയില്ല, എനിക്ക് ഈ പോസ്റ്റർ കാരണമാണെന്നുണ്ട് നേരെ പോലീസാണ്. ഹൈ കമ്മീഷണർ, IG, അങ്ങനെ ആ ലെവലാണ്. അതെ. ബട്ട് ഇറ്റ്സ് വെരി സ്ട്രോങ് ആൻഡ് I think dancers, as you know ma'am, like നമ്മുടെ ഒരു പോസ്റ്റർ നമ്മൾ എപ്പോഴും കീപ് ചെയ്യുമല്ലോ. and Swasika is also a beautiful dancer, so I think ആ ഒരു ഇതിന്റെ ഒരു ഇതാണെന്ന് തോന്നുന്നുണ്ട്. വരുന്ന റോൾ എല്ലാം വളരെ സ്ട്രോങ് ബോർഡ്. അപ്പം ഞാൻ പറഞ്ഞു ഡാൻസേഴ്സിന്റെ ഒരു ഇതാണെങ്കിലുണ്ടല്ലോ, എസ്പെഷ്യലി ക്ലാസിക്കൽ ഡാൻസേഴ്സ്, നമ്മൾ എല്ലാ റോൾസും ചെയ്യുമല്ലോ അല്ലേ. ഒരു അഭിനയിലും നമ്മൾ ശ്രീരാമനും ആവും, സീതയാവും, പിന്നെ എല്ലാവരും ആവും, ലൈക്ക് രാമനും ആവും, ഹനുമാനും ആവും. പറഞ്ഞു ശ്രീരാമൻ കൊള്ളാം, ഹനുമാൻ കൊള്ളാം, സീതയാവും. അത് ഈ പൊക്കം കൂടുതലായതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഞാൻ മലേഷ്യയിലായിരുന്നു. നിങ്ങൾ നല്ലവേ തമിഴ് പേസുവെങ്കല്ലേ. അപ്പൊ പലരും വന്നിട്ട് ഉങ്ക ഹൈറ്റ്. ഞാൻ കുറേ കഴിഞ്ഞപ്പോ ഞാൻ പറയാൻ തുടങ്ങി, നീങ്ക ഷോർട്ട് ഞാൻ ഹൈറ്റ് കിടയാതെ നീങ്ക സോ ഈ മലേഷ്യയില് യോഗ ഒരു ഫൗണ്ടറും കൂടിയാണല്ലോ. സോ അവിടെ പോയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു യോഗയിലേക്ക് എത്തിപ്പെട്ടത്? യോഗ ഹസ്ബൻഡിന്റെ പാഷനാണ് യോഗ. അത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഇതായിരുന്നു, അറേഞ്ച് മാരേജ് ആയിരുന്നു. എൻഗേജ്മെന്റിൽ പകുതി വർത്തമാനവും നിനക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുമോ, നിനക്ക് കാലിങ്ങനെ നിൽക്കാൻ പറ്റുമോ, കണ്ണടച്ച് ബാലൻസ് ചെയ്യാൻ പറ്റുമോ, അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എങ്ങോട്ടാണ് പോണേ. അപ്പൊ പുള്ളി കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്, ഹൈ പ്രൊഫൈൽ ജോബൊക്കെ ആയിരുന്നു. കല്യാണം കഴിച്ച് 2 മാസം കഴിഞ്ഞപ്പോ പറഞ്ഞു എനിക്ക് ഇതിനോട് താല്പര്യമല്ല. ഞാനേ ബട്ട് ദെൻ ഐ ന്യൂ എന്താന്ന് വെച്ചാൽ നമുക്കൊരു പാഷൻ ഉള്ളപ്പോൾ നമുക്ക് എപ്പോഴും അറിയാലോ, ലൈക്ക് യു ഓൾവേസ് വോണ്ട് ടു ഫോളോ ദ പാഷൻ, ഫോളോ യുവർ ഹാർട്ട്, ദാറ്റ് ഇസ് വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും യോഗ സെന്ററും തുടങ്ങി, അതേസമയം ഞാൻ ഡാൻസും തുടങ്ങി. അവിടെ വെച്ചാണ് ഒഡീസി പഠിക്കാൻ എനിക്ക് പറ്റിയത്. നാട്ടിലൊക്കെ കുഞ്ഞിലെ ക്ലാസിക്കലായിരുന്നു, ഭരതനാട്യം, മോഹിനിയാട്ടം, അങ്ങനെയൊക്കെ നമ്മുടെ കംപ്ലീറ്റ് എക്സ്പ്ലോറേഷൻ ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിലായിരുന്നില്ല, ഞാൻ കുവൈറ്റിലായിരുന്നു. അപ്പോൾ നാട്ടിൽ എത്ര വർഷമായി? ഇപ്പൊ 23 കൊല്ലമായി. സെലക്ടഡ് ഒഡീസി എത്രയോ ഡാൻസിന്റെ. Beautiful question. I was hoping somebody would ask. I've explored Bharatanatyam. I've explored മോഹിനിയാട്ടം. അപ്പം മോഹിനിയാട്ടം എൻ്റെ ആദ്യമേ, ഐ ഷുഡ് ബി വെരി ഓണസ്റ്റ്, ഇറ്റ്സ് നോട്ട് മൈ ഫേവറേറ്റ് സ്റ്റൈൽ. ചില ഡാൻസേഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ദറ്റ് സ്റ്റോറി ടെല്ലിംഗ് ഇസ് കമ്പലിംഗ്. പക്ഷെ എവിടെയോ എനിക്ക് ആ ഒരു പേസിൽ ചിലപ്പോൾ ആ സ്റ്റോറിയുടെ പേസ് പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഡോക്ടർ സുനന്ദ നായർ, ബിക്കോസ് ഷീ ഈസ് വെരി സ്ട്രോങ് ആൻഡ് ആ സ്റ്റോറിയുടെ പേസ് കളയാതെ ഷീ ഡസ് ദ പ്രസൻറ്റേഷൻ. അപ്പോൾ എനിക്ക് കുറേ എക്സ്പ്ലോർ ചെയ്തപ്പോൾ എനിക്ക് തോന്നി എനിക്ക് സൂട്ടാവണില്ല. ഭരതനാട്യം ഐ ഓൾസോ ഫെൽറ്റ് ലൈക്ക് ഭയങ്കര എനർജി, ആൻഡ് ആ എനർജിയിലും ചില റോൾസ് എനിക്ക് സൂട്ടബിൾ ആയിട്ട് തോന്നിയില്ല. പക്ഷെ ഒഡീസി എന്തോ എൻ്റെ പേസിന് എനിക്ക് ഭയങ്കര സൂട്ടബിൾ ആയിട്ട് തോന്നി. ആൻഡ് ഇറ്റ്സ് പേസ്, ഇറ്റ്സ് ലവ്ലി, ഇറ്റ്സ് നോട്ട് ടു ഫാസ്റ്റ്, ഇറ്റ്സ് നോട്ട് ടു സ്ലോ, ആൻഡ് ഇറ്റ്സ് വെരി എന്താ പറയാ, വെരി ഗ്രേസ് ആണ്. പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒറീസയിലെ ആൾക്കാരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം തന്നത്. അപ്പം ഞാൻ വിചാരിച്ചോ അപ്പൊ പിന്നെ കൊള്ളായിരിക്കും അല്ലേ, നമുക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ. അപ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഐ സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിങ് ഇറ്റ് ക്വൈറ്റ് എ ലോട്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ അരങ്ങേറ്റം എന്ന് പറയുന്ന പോലെ മഞ്ചപ്രവേശ് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റോറി ടെല്ലിംഗ് ചെയ്യണം എന്ന് തോന്നി. അങ്ങനെ ഓരോ കഥകളെടുത്ത് അതിനെ എൻ്റെ രീതിയിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ, റിലേറ്റബിൾ ടു ദ സൊസൈറ്റി ആൻഡ് ദ റെലവൻറ്റ് ഇഷ്യൂസ് ഓർ റെലവൻറ്റ് ഇമോഷൻ, അങ്ങനെ എടുത്ത് കുറച്ചും കൂടെ എന്താ പറയുക
എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് അറിയാത്ത ആൾക്കാർക്ക് എൻ്റെ ഡാൻസ് മനസ്സിലാവണം. മനസ്സിലാവണം. അതാണ് ഏറ്റവും കാര്യം. ബിക്കോസ് ഇറ്റ്സ് എ കമ്മ്യൂണിക്കേറ്റീവ് ഫോം. ഇപ്പോ നമ്മുടെ അടുത്തൊരു പെർഫോമൻസ് നടക്കാൻ പോകുന്നത് ഈ ഒഡീസി കംപ്ലീറ്റ് ഒഡീസി തന്നെയാണോ? കംപ്ലീറ്റ് ഒഡീസി. ഒരു ചാനലിലെങ്കിലും എനിക്കത് ചെയ്യണം. താങ്ക്ഫുൾ ദറ്റ് അമൃത ഹാസ് ഗിവൻ മീ ദറ്റ് ഓപ്പർച്യൂണിറ്റി. ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് മാസ്റ്ററും സന്ധ്യയും പിന്നെ വേണമെങ്കിൽ ഞാൻ ഇടയിലൂടെ നമുക്കൊരു ഒഡീസി കളിച്ചിട്ടില്ല, കണ്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഇതുവരെ ഞാൻ പഠിക്കാനും പോയിട്ടില്ല, കളിച്ചിട്ടുമില്ല. അപ്പൊ നമുക്ക് മാസ്റ്റർ ഇരിക്കുന്നോണ്ട് എനിക്ക് ഇച്ചിരി ധൈര്യം കുറവുണ്ട്. നമ്മൾ രണ്ടുപേരും അറിയാം നമുക്ക് എന്തെങ്കിലും ചെയ്യരുത്.